വൈബ്രേഷൻ ഉയർത്താൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സ്വന്തമായിട്ട് എഫേർട്ട് ഇടണം. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ സ്വന്തമായ പരിശ്രമം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒന്നും വൈബ്രേഷൻ കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ എഫേർട്ടുകളൊന്നും ഇടാതെ പ്രകൃതിയുടെ സഹായത്തിൽ എങ്ങനെ വൈബ്രേഷൻ കൂട്ടാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന ക്ലൈമറ്റ് ഷിഫ്റ്റുകളെ ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം ഒരു സീസൺ വരുന്നു, ദെൻ അടുത്തത് വരുന്നു. ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇടുന്നുണ്ടോ? അല്ലെങ്കിൽ ഭൂമി എന്തെങ്കിലും പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, നാച്ചുറലി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭൂമിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് കറങ്ങുന്നതിനൊപ്പം ക്ലൈമറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതിനൊപ്പം ഇവിടുത്തെ ഭൂമിയിലെ എനർജികളും മാറിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ഈ കറക്കത്തിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഒരൊറ്റ പോയിന്റ് നോക്കിക്കൊണ്ട് ഇതിനെ ഒന്ന് നിങ്ങളുടെ ശരീരം ഇതിനോടൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങളുടെ വൈബ്രേഷനും ഭൂമിയിൽ ക്ലൈമറ്റ് മാറുന്നതിനൊപ്പം മാറിക്കൊണ്ടിരിക്കും. വിചിത്രമായിട്ട് തോന്നും. അതെങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എവിഡൻസോടെ പറഞ്ഞുതരാം. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. വീഡിയോ അവസാനം വരെ കേൾക്കാം. ഇതിൽ ആദ്യം പറയാനുള്ള പോയിന്റാണ്, ഏറ്റവും സുപ്രധാനമായ പോയിന്റാണ് സൺറൈസും സൺസെറ്റും. ഇതിൻ്റെ ബേസിക് നോളജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഉറങ്ങി എണീക്കുക, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൺറൈസിൽ വരുന്ന സൂര്യരശ്മികൾ നിങ്ങളുടെ മേലെ ആദ്യം പെട്ടിരിക്കണം, ആദ്യം അത് സ്പർശിച്ചിരിക്കണം. ഇനി സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, സൺറൈസിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ വെളിച്ചം ഉണ്ടല്ലോ, സൂര്യരശ്മികൾ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ അത്യാവശ്യമായ ചില ഗ്ലാൻഡുകൾ പ്രോപ്പർലി വർക്കാവുള്ളൂ, ഇൻക്ലൂഡിങ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ചർമ്മത്തിലുള്ള ഗ്ലാൻഡുകൾ. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ട് ഇതിനെ ഏറ്റവും ഡോമിനൻ്റായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്, ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്. ഇതെല്ലാം മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ഇംപ്രൂവ് ചെയ്യണമെന്നല്ല സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഇതെല്ലാം മര്യാദയ്ക്ക് ആരോഗ്യത്തോടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സൺറൈസിൻ്റെ സമയത്തുള്ള വെളിച്ചം നിങ്ങൾക്ക് ആവശ്യമാണ്. അത് കണ്ണിലൂടെയും പ്രവേശിക്കണം, നിങ്ങളുടെ ചർമ്മത്തിലും തട്ടിയിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-15 മിനിറ്റെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിരിക്കണം. ഇത് മസ്റ്റാണ്. ഇതേപോലെ തന്നെയാണ് സൺസെറ്റിൻ്റെ രശ്മികളും. പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട്? പലർക്കും ആദ്യം അവരുടെ കണ്ണിൽ തട്ടുന്ന വെളിച്ചം ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ടി വിയോ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളാണ് അവരുടെ കണ്ണിൽ ആദ്യമായിട്ട് പെടുക. വാട്ട് ഈസ് ദ യൂസ്? സോ സയൻറ്റിസ്റ്റുകൾ മെഡിക്കലി പറയുന്ന പ്രൂഫ് ഇതാണ്. ഇനി സ്പിരിച്വലി നമ്മുടെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, ശരീരത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ചില സൈക്കിക് പോയിന്റുകളുണ്ട്, അദൃശ്യമായ ചില പോയിന്റുകളുണ്ട്. കളറിയിൽ ഇതിൻ്റെ മർമ്മം എന്ന് പറയും, ആയുർവേദത്തിലും ഇതിൻ്റെ മർമ്മം എന്ന് പറയും. ഇത് ലിറ്ററലി അവർ പറയുന്ന ചില മർമ്മങ്ങളുണ്ട്, അല്ലാതെ പലർക്കും അറിയാത്ത യോഗ ലെവലുള്ള ചില ഇൻവിസിബിൾ മർമ്മങ്ങളും ഉണ്ട്. ഇതെല്ലാം ഒരു വാതിൽ പോലെയാണ്. നിങ്ങളുടെ ശരീരവും പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില ഒരു സാറ്റലൈറ്റ് പോലെയൊക്കെ ഒരു ഓപ്പണായി കിടക്കുന്ന ചില ഡോറുകളാണ്. ഈ ഡോറിലൂടെയും സൂര്യൻ പ്രവേശിക്കും, അതായത് സൂര്യ വെളിച്ചം പ്രവേശിക്കും. എന്തായിട്ടാണ് പ്രവേശിക്കുക? വെളിച്ചമായിട്ടല്ല, പ്രാണിക് എനർജി ആയിട്ട്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളാർ പവർ. ഇവിടെയുള്ള എല്ലാത്തിനും ജീവൻ കൊടുക്കുന്നത് സൂര്യനാണ്. വെള്ളം ഭക്ഷണം മാത്രമല്ല, സൂര്യനില്ലെങ്കിൽ നമ്മളൊക്കെ കഴിഞ്ഞു. സോ ദാറ്റ്സ് എ സോഴ്സ് ഓഫ് പ്രാണ എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിൻ്റെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് പ്രാണ, നാച്ചുറൽ പ്രാണ എന്ന് പറയുന്ന സൂര്യനെ പറയാൻ സാധിക്കും. അത് ചിലർക്ക് ഡയറക്റ്റ്ലി, ചിലരെന്നല്ല എല്ലാ മനുഷ്യർക്കും ഈ സൺറൈസിൽ എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ ഈ സൈക്കിക് പോയിന്റുകളിലൂടെ എൻ്റർ ആവും. തനിയെ യാതൊരു എഫേർട്ട് ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ പ്രാണിക് എനർജി ഡെവലപ്പ് ആവുകയും ചെയ്യും. സോ മെഡിക്കലി മാത്രമല്ല, സ്പിരിച്വലിയും സൺറൈസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇവിടെ ഞാൻ എന്തൊക്കെ പറഞ്ഞോ ഇതേ പോയിന്റുകൾ തന്നെയാണ് സൺസെറ്റിൻ്റെ വെളിച്ചത്തിലുള്ളത്. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും നിങ്ങൾക്ക് ആ വെളിച്ചം ആവശ്യമാണ്, അസ്തമിക്കുമ്പോഴും അതിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടും ഉണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ട് കാണരുത്, ജസ്റ്റ് ഒരു മെഡിക്കൽ റീസൺ അല്ലെങ്കിൽ ഒരു ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു സാധാ ഒരു ബോഡിക്കുള്ള ആവശ്യം എന്ന് മാത്രം കാണരുത്. സ്പിരിച്വൽ പാത്തിലുള്ളവരും മാനിഫെസ്റ്റേഷൻ പോയിന്റിലുള്ളവരും എല്ലാവർക്കും ഈ കാര്യം, ഈ ഇപ്പം ഞാൻ പറഞ്ഞ സൂര്യൻ്റെ പ്രാധാന്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം കണ്ടിന്യൂസ്ലി ഞാൻ ഇടയ്ക്ക് പറയുന്ന 21 days എന്ന് പറഞ്ഞൊരു മണ്ഡലം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഇറ്റ്സ് ഫിനിഷ്ഡ്. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പ്രാണിക് എനർജി അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മടിയുള്ളവരൊക്കെ ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കുക, അതൊന്ന് ശരിയാക്കുക. സൺറൈസിൻ്റെ സമയത്ത് തന്നെ എണീക്കാൻ പരിശീലിക്കുക. സെക്കൻഡ് പോയിന്റ് ബ്രീത്തിങ് ആണ്.
ഞാനൊരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്കത് പ്രൂവ് ചെയ്ത് തരാം. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വയറിൻ്റെ മേലെ വയ്ക്കുക, ബെല്ലിൻ്റെ മേലെ, സ്റ്റൊമക്കിൻ്റെ മേലെ വയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് നെഞ്ചിൻ്റെ മേലെ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സ്വാഭാവികമായി ചെയ്യുന്ന ശ്വസനത്തെ ഫോക്കസ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ്. ബ്രത്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ് വികസിക്കുന്നത്? വയറാണോ നെഞ്ചാണോ? ഒബ്സർവ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ശ്വാസം എടുക്കരുത്. നോർമൽ ബ്രീത്തിങ്. ഇനി ശ്വാസം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഉള്ളിലേക്ക് പോകുന്നത്? വയറാണ് ഉള്ളിലേക്ക് പോകുന്നത്, നെഞ്ചാണ് ഉള്ളിലേക്ക് പോകുന്നത്? ഒബ്സർവ് ചെയ്യുക. കൈ അവിടെ വെക്കാൻ പറഞ്ഞാൽ അതിനാണ്, നിങ്ങൾക്ക് അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ നെഞ്ചാണ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ വികസിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് എ റോങ് ബ്രീത്തിങ്. തെറ്റായ ശ്വസന രീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ വയറാണ് വികസിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ യു ആർ ഡൂയിങ് എ റൈറ്റ് ബ്രീത്തിങ്. ശരിയായ ശ്വസനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനത് വെറുതെ പറയാല്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. നെഞ്ച് വികസിക്കാനും വയറ് വികസിക്കാനൊക്കെ മറ്റ് പല റീസൺസ് ഉണ്ട്. ഞാനിവിടെ പറയുന്നത് പ്രാണിക് ലെവൽ അടിസ്ഥാനമാക്കി മാത്രമാണ്. പറഞ്ഞുതരാം. നിങ്ങളുടെ ബോഡിക്ക് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഫോഴ്സ്ഫുള്ളി വലിക്കാൻ തുടങ്ങും. കുറച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അത് ബ്രീത്ത് ചെയ്യുക. അപ്പോഴാണ് നെഞ്ച് ഉപയോഗിക്കുന്നത്, ചെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് യാതൊരു എഫേർട്ടില്ല, വളരെ നാച്ചുറലി ആണ് നിങ്ങൾ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറാണ് അങ്ങനെ വർക്കാവുക. വയറാണ് വികസിക്കുക, താഴോട്ട് വരിക. ചെറിയ കുട്ടികളെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ജനിച്ചൊരു 2-3 വയസ്സുള്ള കുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വയറാണ് ഇങ്ങനെ ബലൂൺ പോലെ മേലോട്ട് പോവും, താഴോട്ട് പോവും, മേലോട്ട് പോവും, താഴോട്ട് പോവും. നെഞ്ചാണെങ്കില്ല. കാരണം എന്താ? ഒരു കുഞ്ഞാണ്, ജനിച്ചിട്ടേ ഉള്ളൂ. അവരുടെ എല്ലാ സിസ്റ്റവും ഇൻടാക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ഓഫ് ബ്രീത്തിങ്. പക്ഷെ വളർന്നു വരുമ്പോൾ നമ്മളുടെ പല ലൈഫ് സ്റ്റൈൽ കാരണവും ചില മിസ്റ്റേക്കുകൾ കാരണമൊക്കെ നമ്മളുടെ ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ വരുന്നു, സ്ട്രെസ്സ് വരുന്നു. ബോഡിയിൽ പല സ്ഥലത്തും ഇമോഷണൽ ബാഗേജുകൾ കൂടുന്നു. ഇത് കാരണം നിങ്ങൾക്ക് പ്രോപ്പർലി ബ്രീത്ത് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അതിന് ഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ചെസ്റ്റ് ഉപയോഗിക്കുന്നത്. ലങ്സ് കുറച്ചുകൂടെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ബ്രീത്ത് എടുക്കുന്നത്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രാണിക് എനർജിയുടെ ലെവൽ നല്ല കുറവായിരിക്കും. ഓക്സിജൻ മാത്രമല്ല ശ്വാസം, അത് പ്രാണൻ കൂടെ. അതുകൊണ്ടാണ് പ്രാണായാമം എന്ന് പറയുന്നത്. യോഗയിൽ ബ്രീത്തിങ് പ്രാക്ടീസിന് പ്രാണായാമം എന്ന് വിളിക്കാനുള്ള റീസൺ അതാണ്. ഇത് ഓക്സിജൻ മാത്രമല്ല, പ്രാണൻ കൂടെയാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബ്രീത്തിങ് പ്രാക്ടീസ് ആൾക്കാരെ ചെയ്യാൻ പറയും. ഇപ്പോൾ നിങ്ങൾ വയറാണ് വികസിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ എത്രത്തോളം ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം പ്രാണായാമം ചെയ്യുന്നു, എത്രത്തോളം നല്ല നല്ല യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്നു, അത്രത്തോളം ശരീരത്തിന് ഇത് ഹീൽ ചെയ്യാൻ സാധിക്കും. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഒന്ന് അത്യാവശ്യം ഒരു പ്രാണിക് എനർജി ബോഡിയിൽ റിസീവ് ആവാത്തൊരു ബ്ലോക്കേജ് കൂടിയാണ്. അത് കറക്റ്റ് ചെയ്യാൻ ലോകത്ത് യോഗയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയും, മീൻസ് നമ്മളൊരു എഞ്ചിനീയറിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വർക്കാവുന്ന ഒരു ഫീച്ചർ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ തെറ്റ് വന്നിരിക്കുകയാണ്. പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ഘടനയുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞു, കുഞ്ഞു കുട്ടികളുടെ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ്. അത് തെറ്റുമ്പോഴാണ് പല ഡിസീസിനും പല ഈ പറഞ്ഞ ബ്രീത്തിങ് പ്രോപ്പർ ആവാത്തതിനും പ്രാണിക് എനർജി റിസീവ് ആവാത്ത സിറ്റുവേഷനൊക്കെ നമ്മൾ വരുന്നത്. പ്രകൃതി നാച്ചുറലി നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ബ്രീത്തിങ്ങിലൂടെ തന്നെ പ്രാണൻ ലഭിക്കാനുള്ള ഫെസിലിറ്റി തന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? തോന്നിയ ലൈഫ് സ്റ്റൈല്, തെറ്റായ കാര്യങ്ങൾ, തെറ്റായ ഹാബിറ്റുകൾ ഇതിനെ ഒരു റോങ് ആയിട്ടുള്ള സൈഡിലേക്ക് കൊണ്ടുപോകും. സോ നിങ്ങൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. സോ ഓൾറെഡി നിങ്ങൾക്ക് വയറിലൂടെ ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സേഫ് സോണിലാണ്. വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഇനി ചെസ്റ്റോടെ ബ്രീത്ത് ചെയ്യുന്നവർ നിങ്ങൾ മസ്റ്റായിട്ടും പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് എത്രയും പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾ നോക്കിയിരിക്കണം. ദാറ്റ് ഈസ് എ സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റാണ് സറണ്ടർ ടു ദ ഡിവൈൻ. ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവികത. നിങ്ങൾക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടദേവതയായിട്ട് കാണാം, പ്രകൃതി എന്ന് വിളിക്കാം, പ്രപഞ്ചം എന്ന് വിളിക്കാം. ഇറ്റ്സ് അപ് ടു യു. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന സോഴ്സ് ഓഫ് ക്രിയേഷൻ, അതിനാണ് ഇവിടെ ഡിവൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള സറണ്ടർ, ഇതും ഹൈ വൈബ്രേഷന് കാരണമാകുന്ന ഒരു ഫീച്ചറാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് എടുക്കും, ആരും മൈൻഡ് ചെയ്യില്ല. തൊട്ട് മുൻപ് പറഞ്ഞ 2 പോയിന്റും കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ആരും നോക്കില്ല. സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് സമർപ്പിക്കുക. കേശു എന്താ ഭക്തിമാർഗം ഫോളോ ചെയ്യാൻ പറയാണോ? അതല്ല പോയിന്റ്.
ഇതിനെയും കുറച്ചുകൂടെ സ്പിരിച്വൽ സയൻസിലൂടെ പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു ഒഴുക്കുണ്ട്. ഭൂമി നമ്മൾ ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രപഞ്ചത്തിനൊരു ഒഴുക്കുണ്ട്. ആരൊക്കെ ആ ഒഴുക്കിനെതിരെ നീന്താൻ നോക്കുന്നു അവർക്കെല്ലാവർക്കും പ്രശ്നമാണ്. അത് ശരീരത്തിൽ വരുന്ന പ്രശ്നം ഡിസീസ് ആയിരിക്കാം, മനസ്സിന് വരുന്ന പ്രശ്നം മെൻ്റൽ ഇൽനെസ് ആയിരിക്കാം, ഇമോഷൻസിൻ്റെ കുഴപ്പം, എനർജിയുടെ കുഴപ്പം, എന്തുമായിരിക്കാം. പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കുണ്ട്, ഒരു നദി പോലെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു കടല പോലെയാണത്. അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും വരും. കാരണം ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാണ് വലുത് എന്നുള്ളതാണ്. ഞാൻ മീൻസ് നിങ്ങളാണ് വലുത് എന്നുള്ളതാണ്. പ്രകൃതി ഒന്ന് തീരുമാനിക്കുന്നു, നിങ്ങൾക്കതിന് ഓപ്പോസിറ്റ് പോകാനൊരു ആഗ്രഹം. പ്രകൃതി പറയാണ് ഇതിന് നിനക്ക് സമയമായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ വേണം. പ്രപഞ്ചം പറയുന്നു നീ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് ഒഴുകേണ്ടത്. പറയുന്നു അല്ലല്ല എനിക്ക് ഇങ്ങോട്ട് തന്നെ പോകണം. പലരും അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അവർക്കറിയുന്നില്ല പ്രകൃതി എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പ്രപഞ്ചം എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ലൈഫ് എന്താണ് അവരോട് സംസാരിക്കുന്നത് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനെ ട്രസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല, അതിനെ വിശ്വസിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഭയം എന്ന് പറയുന്നത് എന്താണ്, ഭയം ടെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു സിറ്റുവേഷൻ വന്നു, നിങ്ങൾ അപ്പം പേടിച്ചു മറന്നു, അത് കുഴപ്പമില്ല. അത് നമ്മുടെ മനുഷ്യൻ്റെ എവല്യൂഷൻ കാരണം ബ്രെയിനിൽ വന്ന ഒരു നാച്ചുറൽ റിയാക്ഷനാണ്, അതിന് കുറ്റം പറയല്ല. പക്ഷെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഒരേ കാര്യം തന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, പേടിക്കുക, സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വിശ്വാസമില്ല ലൈഫിനെ, പ്രപഞ്ചത്തെ, പ്രകൃതിയെ. ദൈവം എന്ന് വിളിക്കുന്നു, അമ്പലത്തിലേക്ക് പോകുന്നു, പക്ഷെ യു ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വഴി നടക്കണം. നിങ്ങളുടെ പെറ്റി മൈൻഡ് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കണം. സ്റ്റുപ്പിഡ് ലോജിക്കൽ കാര്യങ്ങൾ വർക്കാവണം. ഇത് സറണ്ടർ ഇല്ലായ്മയാണ്. ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ വരാത്ത നമ്മളത് ഇടയ്ക്കിടെ കുറേ വീഡിയോസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താ വരാത്ത നോക്കിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് യു ഡോണ്ട് ട്രസ്റ്റ് ഇറ്റ്. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, അതിലുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡ് ഞാൻ ഓപ്പണായി പറയാണ്, ഇവിടെ കൊടുക്കുന്ന പ്രാക്ടീസ് വരെ നിങ്ങളെ അങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യാനുള്ളൊരു മാർഗമാണ്, ഒരു കോമ്പസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പ്രാണിക് എനർജിയാണ്, എക്സ്ട്രാ സപ്പോർട്ടാണ്. ഒരിക്കലും ഇത് ഡെസ്റ്റിനി മാറ്റി എഴുതില്ല, ഒരിക്കലും ഇത് പ്രപഞ്ചത്തെ ഫോഴ്സ് ചെയ്യില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പ്രപഞ്ചത്തിനൊരു ടൈമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ, പ്രപഞ്ചത്തിനൊരു സമയമുണ്ട്, പ്രകൃതിക്കൊരു ടൈമുണ്ട്. ഈ ടൈമിന് ഒരാൾക്കും തെറ്റിക്കാൻ സാധിക്കില്ല. ഇത് വിശ്വസിക്കാതിരിക്കുമ്പോഴാണ്, അതിനെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് സറണ്ടർ ഇല്ലായ്മ അത് സംഭവിക്കുക. ഇതില്ലാത്തവർക്കും പ്രാണിക് എനർജി ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിച്ചോളൂ, സ്ട്രെസ്സോ, ആങ്സൈറ്റിയോ, ടെൻഷനോ, മെൻ്റൽ ഡിസോർഡറോ, വാട്ട് എവർ ദ ഹെൽ ഇറ്റ് മേ ബി, ഓർ ഫിസിക്കൽ ഡിസോർഡർ, ഡിസീസസ്, വാട്ട് എവർ ദ ഹെൽ ഇറ്റ് മേ ബി, അതെല്ലാം വരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നിങ്ങൾക്ക് ലൈഫിനെ വിശ്വാസമില്ല എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ അതിൻ്റെ ഒഴുക്കിനൊപ്പം നിങ്ങൾ ഒഴുകുന്നില്ല. സിമ്പിൾ. എന്ന് നിങ്ങൾ ആ ഒഴുക്കിനൊപ്പം പോകുന്നു, അന്ന് ഇതൊക്കെ ഡിസപ്പിയർ ആവും. നിങ്ങളുടെ പ്രാണിക് എനർജി ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ദെൻ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ സമയത്ത് സംഭവിക്കും. ഹൈ വൈബ്രേഷൻ നിലനിർത്തുന്നത് പിന്നൊരു പ്രശ്നമേ ആയിരിക്കില്ല. ക്ലിയർ? ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. ഞാൻ മാക്സിമം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് സെക്ഷനിൽ മനസ്സിലായെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാം. ഈ 3 പോയിന്റിൽ ഏതെല്ലാം പോയിന്റ്സ് നിങ്ങൾ ഡെയിലി അറിയാതെ തന്നെ നാച്ചുറലി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതും അറിയിക്കുക.